ഹലോ, ഇനി നമുക്ക് പറയാനുള്ളതാണ് മാൽവെയർ അറ്റാക്ക്. എന്താണ് മാൽവെയർ അറ്റാക്ക്? മാൽവെയർ അറ്റാക്ക് പറഞ്ഞാൽ ഒരു സൈബർ അറ്റാക്കാണ്. അത് വേർ ഹാക്കേഴ്സ് യൂസ് malicious software to damage, steal or gain unauthorized access to computers, network or data. അതായത് ഹാക്കേഴ്സ് മലീഷ്യസ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ നെറ്റ്വർക്കിലേക്കോ അല്ലെങ്കിൽ ഡാറ്റയിലേക്കോ ഒക്കെ ഇടിച്ചു കയറിയിട്ട്, അതായത് അനധികൃതമായിട്ട് അതിലേക്ക് കടന്നിട്ട് അത് ദുരുപയോഗം ചെയ്യാം അല്ലേ? ദുരുപയോഗം ചെയ്യുക, അത് ഹാക്ക് ചെയ്യുക, എന്നിട്ട് അതിലുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ അവർ എടുക്കുക. അതിനെയാണ് നമ്മൾ അതായത് ഹാക്കിങ് നടത്തുക, അതായത് ആ വിവരങ്ങളൊക്കെ ചോർത്തുക. അതിനുപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഈ മാൽവെയറുകൾ എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന മലീഷ്യസ് സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ മാൽവെയർ. അത് പറഞ്ഞാൽ ഒരു സൈബർ അറ്റാക്കാണ്. ഇറ്റ് യൂഷ്വലി സ്പ്രെഡ് ത്രൂ ഇൻഫെക്റ്റഡ് ഇമെയിൽ attachment, malicious download, unsafe website or USB drives. ഇതെങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? അതായത് ഇൻഫെക്റ്റഡ് ഇമെയിൽ അറ്റാച്ച്മെൻറ്റ്, അതായത് നമ്മൾ ആദ്യമേ വൈറസ് ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള മെയിലുകൾ ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യുന്നത് വഴിയോ അല്ലെങ്കിൽ അത് ഫോർവേഡ് ചെയ്യുന്നതിന് വഴിയോ ഒക്കെ ആയിരിക്കും സ്പ്രെഡ് ചെയ്യുക. പിന്നെ മലീഷ്യസ് ഡൗൺലോഡ്സുകൾ ഉണ്ടാവും, അതായത് നമ്മളെ അൺവാണ്ടഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ചിലപ്പോൾ ചില വെബ്സൈറ്റുകളൊക്കെ സ്പാം ആയിരിക്കും, ചിലതൊക്കെ അത് ഒറിജിനൽ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മളെ സിസ്റ്റത്തിലേക്കോ നമ്മളെ USB-യിലേക്കോ ഒക്കെ വൈറസുകൾ കയറാൻ സാധ്യതയുണ്ട്. പിന്നെ അൺസേഫ് വെബ്സൈറ്റ് ഞാൻ പറഞ്ഞു, ഓർ USB ഡ്രൈവേഴ്സ്, അതായത് അൺസേഫ് ആയിട്ടുള്ള വെബ്സൈറ്റുകളോ ചില USB-കൾ നമ്മൾ ഓൾറെഡി വൈറസ് അഫക്റ്റഡ് ആയിട്ടുള്ള USB-കൾ ഉണ്ടാവും. ആ USB-കളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നമ്മളെ സിസ്റ്റത്തിലേക്ക് വൈറസ് കയറാനുള്ള സാധ്യത ഉണ്ട്. ഇറ്റ് ഈസ് ഗോൾ ടു ഡിസ്ട്രിബ്യൂട്ട് സിസ്റ്റം, സ്റ്റീൽ ഡാറ്റ, സ്പൈ ഓൺ യൂസേഴ്സ് ഡിമാൻഡ്. എന്താണ് ഈ മാൽവെയർ അറ്റാക്കിൻ്റെ ഗോളുകൾ എന്ന് പറയുന്നത്? ഇത് ഡിസ്റ്റർബ് സിസ്റ്റം, അതായത് സിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യുക, പിന്നെന്താണ് ഡാറ്റകൾ എടുക്കുക, പിന്നെന്താണ് അതായത് ഡിമാൻഡ് മണി, അതായത് ഇപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഡാറ്റകൾ അവർ ഹാക്ക് ചെയ്തിട്ട് ആ ഡാറ്റകൾ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് അത് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ നമ്മളോട് ഒരു എമൗണ്ട് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആവശ്യം അത്ര കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുള്ള ആവശ്യം അവർക്ക് മണി തന്നെയാണ് അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, നമ്മളെ വിവരങ്ങളൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവർ ക്യാഷ് തട്ടിയെടുക്കുക. അതൊക്കെയാണ് ആ മാൽവെയർ അറ്റാക്കിൽ ചെയ്യുന്നത്. ഇനി കുറേ മാൽവെയർ ടൈപ്പുകളുണ്ട്. അതിൽ വൈറസ് അറ്റാക്ക് ഉണ്ട്, വേം അറ്റാക്ക് ഉണ്ട്. വൈറസ് അറ്റാക്കും വേം അറ്റാക്കൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ? പൊതുവേ കേൾക്കുന്ന വേർഡുകളാണ്. ട്രോജൻ ഹോഴ്സ് അറ്റാക്ക്, റാൻസം വെയർ അറ്റാക്ക്, സ്പൈവെയർ അറ്റാക്ക്, ആഡ്വെയർ അറ്റാക്ക്, റൂട്ട് കിറ്റ് അറ്റാക്ക് ആൻഡ് ബോട്ട്നെറ്റ് അറ്റാക്ക്. ഇങ്ങനെ 8 ടൈപ്പ് ഓഫ് അറ്റാക്സുകൾ ഇനിയുണ്ട് കേട്ടോ, അറ്റാക്കുകൾ. അപ്പോൾ അതിൽ നമ്മൾ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ വൈറസ് അറ്റാക്ക് എന്നൊക്കെയാണെങ്കിൽ ഫയലിലോ പ്രോഗ്രാമിലോ ആയിരിക്കും അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ആ ഇൻഫെക്റ്റഡ് ഫയലുകൾ ഷെയർ ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുമ്പോഴാണ് വൈറസിൻ്റെ രൂപത്തിൽ നമ്മൾ ഡാറ്റകൾ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ വേം അറ്റാക്ക് പറഞ്ഞാൽ സെൽഫ് റെപ്ലിക്കേറ്റ് ആൻഡ് സ്പ്രെഡ് ത്രൂ നെറ്റ്വർക്ക് വിത്തൗട്ട് യൂസർ ആക്ഷൻസുകൾ ഇല്ലാതെ തന്നെ അത് സ്പ്രെഡ് ചെയ്യുക. ഓക്കെ. പിന്നെ ട്രോജൻ ഹോഴ്സ്, മാൽവെയർ ഹിഡൻ ഇൻസൈഡ് യൂസ്ഫുൾ ലുക്കിംഗ് സോഫ്റ്റ്വെയർ, നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർക്ക് ഉള്ളിൽ ഒളിച്ച് നിൽക്കുക അല്ലേ?
അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഫേക്ക് ഗെയിം, അല്ലെങ്കിൽ ഇനിയുള്ളതാണ് റാൻസം വെയർ അറ്റാക്ക്. റാൻസം വെയർ അറ്റാക്ക് എങ്ങനെയാണ്? ലോക്ക് എൻക്രിപ്റ്റ് ഡാറ്റ ആൻഡ് ഡിമാൻഡ് മണി ടു അൺലോക്ക്. അതായത് നമ്മളോട് അവർ അറ്റാക്ക് ചെയ്തതിനു ശേഷം എന്തായിരിക്കും, നമ്മളോട് പൈസ ആവശ്യപ്പെടുക. എന്നിട്ട് പിന്നെ അത് അവർ ലോക്ക് ചെയ്യിപ്പിക്കും, നമ്മളെ ഡാറ്റകളെ ലോക്ക് ചെയ്യിപ്പിക്കും. ആ ലോക്ക് ചെയ്തതിന് ശേഷം അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മുടെ അടുത്ത് നിന്ന് പൈസ കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് അവർ പറയാം. ഓക്കെ, അതാണ് റാൻസം വെയർ അറ്റാക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സ്പൈവെയർ അറ്റാക്ക്. സ്പൈവെയർ എന്ന് പറഞ്ഞാൽ സീക്രട്ട്ലി മോണിറ്റർ യൂസർ ആക്ടിവിറ്റീസ്. അതായത് നമ്മളെ യൂസർ ആക്ടിവിറ്റികളെ അവർ കണ്ടെത്താം. അത് കണ്ടെത്തിയിട്ട് അവരെ ഉണ്ടാവില്ല കീസ്, എന്താ ബ്രൗസിങ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്രൗസ് ചെയ്യണം. നമ്മൾ ഓരോ ഡാറ്റകൾ എടുക്കാനാണ് വേണമെങ്കിൽ നമ്മൾ ബ്രൗസ് ചെയ്യാൻ പറയണത്. അപ്പോൾ അത് അവരെ അതായത് ഇപ്പം നമ്മൾ ഏതൊക്കെ വിവരങ്ങളാണ് നമ്മളെ ഇതിൽ നമ്മളെ ഇൻട്രസ്റ്റഡ്. ഇപ്പം നമ്മളിപ്പോൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസുകളാണ് ഇതൊക്കെയാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കും. നമ്മൾ കൂടുതലായിട്ട് കാണുന്നതും നമ്മൾ സെർച്ച് ചെയ്യണം. അതേപോലെ നമ്മൾ വെബിലായാലും നമ്മൾ ബ്രൗസ് ചെയ്യുന്നത്, നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഏതൊക്കെ ടൈപ്പ് ഡാറ്റകളാണൊക്കെ നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൈറസുകളോ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വൈറസ് അടങ്ങിയിട്ടുള്ള ഫയലുകളൊക്കെ നമുക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ആ ടൈപ്പ് ഫയലിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാനും നമ്മളെ ഡാറ്റകൾ അവർ ചോർത്താനും സഹായിക്കും അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഹാർഡ്വെയർ അറ്റാക്ക് ആണെങ്കിലും അൺവാണ്ടഡ് ആഡ്സുകൾ, പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് അൺവാണ്ടഡ് ആഡ്സിലൊക്കെ നമ്മൾ പോയി ക്ലിക്ക് ചെയ്താൽ നമുക്ക് വൈറസ് അറ്റാക്ക് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഈ മാൽവെയർ അറ്റാക്കിനെ എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതുണ്ട്. അതിൽ എന്തൊക്കെയാണ്? യൂസ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ, ആൻറ്റിവൈറസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുക. കീപ്പ് സിസ്റ്റം അപ്ഡേറ്റ്, നമ്മളെ സിസ്റ്റങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലും ബ്രൗസർ ആപ്പൊക്കെ ആയാലും എന്താണ്, സ്ഥിരമായിട്ട് അത് അപ്ഡേറ്റ് ആവാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇനേബിൾ ഫയർവാൾസുകൾ ഇനേബിൾ ചെയ്യുക. അപ്പോൾ എന്താണ്, നമുക്ക് നമുക്ക് ആവശ്യമില്ലാത്ത വിവരങ്ങളൊക്കെ എന്താണ് അവിടെ എൻ്റർ ചെയ്യുന്നത് അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെയാണ് യൂസ് സ്ട്രോങ് ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്യുക. അതായത് നമ്മളെ പാസ്വേഡുകൾ, പിൻ നമ്പേഴ്സൊക്കെ എന്താണ് യൂസ് ചെയ്യാം. പിന്നെ ബി കെയർഫുൾ വിത്ത് ഇമെയിൽ അതായത് ഇമെയിലും ലിങ്ക്സുകളാണ് അൺവാണ്ടഡ് ആയിട്ടുള്ള മെയിലുകൾ, ലിങ്കുകളൊക്കെ ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്യാതിരിക്കുക. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുക. അതുപോലത്തുള്ള അറ്റാച്ച്മെൻറ്റുകൾ നമ്മൾ ക്ലിക്ക് ചെയ്യാതിരിക്കുകയും നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള മെയിലുകൾ ഓപ്പൺ ചെയ്യാതെ ഇരിക്കുകയൊക്കെ നമ്മൾ അങ്ങനെ ഓപ്പൺ ചെയ്യാതിരിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, പിന്നെ ഡൗൺലോഡ് ഫ്രം ട്രസ്റ്റഡ് സോഴ്സ്, അതായത് നമ്മളെയൊക്കെ വേർത്താണ്, അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വെബ്സൈറ്റുകളാണോ ഒക്കെ നോക്കിയിട്ട് മാത്രം നമ്മൾ ഡാറ്റകൾ ഡൗൺലോഡ് ചെയ്യുകയോ ആ ഡാറ്റകൾ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതായത് നമ്മൾ ട്രസ്റ്റഡ് സോഴ്സിൽ നിന്ന്, നമുക്ക് വിശ്വാസമുള്ള സോഴ്സിൽ നിന്ന് മാത്രം നമ്മൾ ആപ്പുകളും ഗെയിമുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുകയോ ഇൻസ്റ്റാൾ ചെയ്യുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ബാക്കപ്പ് ഡാറ്റ റെഗുലർ, അത് ഞാൻ പറഞ്ഞു അല്ലേ. നമ്മൾ ഓരോ ഇതും എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അപ്ഡേറ്റ് ആവുക. അതേപോലെ തന്നെ നമ്മളെ ഡാറ്റകൾ റെഗുലറായിട്ട് ബാക്കപ്പ് ചെയ്തിരിക്കുക. അപ്പം നമ്മൾ ആ ഡാറ്റകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു റാൻസം വെയറിലൊക്കെ എന്താണ്, അവരുടെ നമ്മളെ ഡാറ്റകൾ സ്റ്റോപ്പ് ചെയ്തേക്കും. എന്നിട്ട് നമ്മൾ ഇത്ര എമൗണ്ട് കൊടുത്താൽ അവരത് ഓപ്പൺ ചെയ്യുള്ളൂ എന്നുള്ളതൊക്കെ. അപ്പോൾ തന്നെ നമ്മൾ ഡാറ്റകൾ ബാക്കപ്പ് ചെയ്ത്, അതായത് നമ്മൾ വേറെ രീതിയിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെച്ചാൽ എന്താണ്, നമുക്ക് ആ ഡാറ്റകൾ അവരോട് നമുക്ക് ചോദിച്ച് വാങ്ങേണ്ട ഒരു അവസ്ഥ വരില്ല. അത് നമ്മളടുത്ത് ആ ബാക്കപ്പ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഡാറ്റ യൂസ് ചെയ്തിട്ട് ചെയ്യാം. യൂസ് സെക്യൂർ നെറ്റ്വർക്ക്, അതായത് നമ്മൾ പബ്ലിക് വൈഫൈ ഒക്കെ എന്താണ് യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക അല്ലേ. വിത്തൗട്ട് വി പി എൻ
ഇല്ലാതെ തന്നെ ആ വൈഫൈ VPN ഇല്ലാതെ എന്താണ് വൈഫൈ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ നിർത്താം. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അവർ ഫ്രീ വൈഫൈ തരും. അങ്ങനെ അവർ ഫ്രീ വൈഫൈ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഡാറ്റകൾ ഡയറക്റ്റ് അവർക്കാണ് കിട്ടുക. അതായത് നമ്മളെ ഫോണിലുള്ള ഡാറ്റകൾ നമ്മൾ ആ പാസ്വേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതൊരു പ്രത്യേക ഹാക്കേഴ്സ് നോക്കണം. അപ്പോൾ നമ്മൾ ആ ഡാറ്റകൾ നമ്മൾ ഒരു ഇതുമില്ലാതെ സെക്യൂരിറ്റി ഇല്ലാതെ നമ്മളത് പാസ്വേഡൊക്കെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ വൈഫൈ യൂസ് ചെയ്യും. അപ്പോൾ നമ്മളേക്കുള്ള ഡാറ്റകൾ നേരിട്ട് അവരേക്ക് വരികയാണ് ഉള്ളത്. അപ്പോൾ VPN ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ നമ്മൾ സൈബർ അതിൻ്റെ വൈറസ് പ്രൊട്ടക്ഷന് യൂസ് ചെയ്യും. യൂസ് എൻക്രിപ്റ്റഡ് കണക്ഷൻ, പിന്നെ ലിമിറ്റ് യൂസർ പെർമിഷന്. അതായത് നമ്മൾക്ക് അത് ഇപ്പം നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് മാത്രം നമ്മളെ വെബ്സൈറ്റുകളും നമ്മളെ ഇമെയിലുകളൊക്കെ അവർക്ക് ആക്സസ് ചെയ്യാം. എല്ലാവർക്കും ആക്സസ് ചെയ്യാനുള്ള ഇത് നമ്മൾ കൊടുക്കാതിരിക്കുക. പിന്നെ അവയർനെസ് ആൻഡ് ട്രെയിനിങ്, അതായത് നമ്മൾ ആ സൈബർ ത്രെഡ്സിനെ കുറിച്ചിട്ടും അവരുടെ ഹാക്കേഴ്സിൻ്റെ രീതികളെ കുറിച്ചിട്ടൊക്കെ എന്താണ് കൂടുതലായിട്ട് അവയർനെസ്സോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ ഒക്കെ നടത്താണ് വേണ്ടത്. ഓക്കെ, അത് നമ്മൾ കമ്പനിയിലായാലും കമ്പനിയിലായാലും ആ എംപ്ലോയീസിന് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഡാറ്റകൾ സേഫ് ആവാനും വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ആണ് ആൻറ്റിവൈറസസ്. എന്താണ് ആൻറ്റിവൈറസസ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ ദാറ്റ് ഡിസൈൻ ടു ഡിറ്റക്ട്, പ്രിവെൻറ്റ് ആൻഡ് റിമൂവ് മാൽവെയർ ഫ്രം കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഡിവൈസസ്. അതായത് ആൻറ്റിവൈറസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ ആണ്. അതായത് നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ ആൻറ്റിവൈറസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഡിറ്റക്ട്, പ്രിവെൻറ്റ് ആൻഡ് റിമൂവ് മാൽവെയർ ഫ്രം കമ്പ്യൂട്ടർ ആൻഡ് അതർ ഡിവൈസ്. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ വേറെ ഡിവൈസുകളിൽ നിന്ന്, നമ്മൾ ഫയലിൽ നിന്നൊക്കെ ഫയലുകളിൽ നിന്ന് മാൽവെയറുകൾ ഡിറ്റക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ആണ് ആൻറ്റിവൈറസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വർക്ക്സ് ലൈക്ക് എ ഡോക്ടർ ഫോർ യുവർ കമ്പ്യൂട്ടർ. ശരിക്കും നമ്മൾ ഡോക്ടർ പോലെയാണ്. അതായത് നമ്മളെ കമ്പ്യൂട്ടറിനെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ, അതായത് നമ്മളെ കമ്പ്യൂട്ടറിനെ ചികിത്സിക്കുക എന്നുള്ള രീതിയിൽ, അതായത് അത് നമ്മളെ വേറെ മാൽവെയർ അല്ലെങ്കിൽ മലീഷ്യസ് സോഫ്റ്റ്വെയറുകളിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ചെക്സ് ഫയൽസ് ആൻഡ് പ്രോഗ്രാം ഫോർ ഇൻഫെക്റ്റഡ് ആൻഡ് റിമൂവ്സ് എനിത്തിങ് ഹാംഫുൾ. നമുക്ക് ആവശ്യമില്ലാത്ത പ്രോഗ്രാംസുകളും ഫയലുകളൊക്കെ റിമൂവ് ചെയ്യുകയാണ് എന്ത് ചെയ്യുക, ആൻറ്റിവൈറസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആൻറ്റിവൈറസുകളുടെ ഫങ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. സ്കാനിങ്, ഡിറ്റക്ഷൻ, റിമൂവൽ ഓർ ക്വാറന്റൈൻ, റിയൽ ടൈം പ്രൊട്ടക്ഷൻ, അപ്ഡേറ്റ്സ്. ഇത് സ്കാൻ ചെയ്യുക, അത് നമ്മൾ ഫയലുകളും ആപ്പുകളും മെമ്മറിയൊക്കെ മാൽവെയറുകളിൽ നിന്ന് സ്കാൻ ചെയ്യുക, എന്നിട്ട് അത് തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡിറ്റക്ഷൻ ചെയ്യുന്നത് എന്താണ്? സസ്പീഷ്യസ് ഓർ ഹാംഫുൾ പ്രോഗ്രാംസ്. നമുക്ക് ഹാംഫുൾ പ്രോഗ്രാംസുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ അത് റിമൂവ് ചെയ്യുക. പിന്നെന്താണ് പിന്നെ റിയൽ ടൈം പ്രൊട്ടക്ഷൻ, അതായത് നമ്മളെ മോണിറ്റേഴ്സും സിസ്റ്റം ആക്ടിവിറ്റിയൊക്കെ എന്താണ് ബ്ലോക്ക് ത്രെഡ്സ് ഇൻസ്റ്റൻ്റ്ലി, അതായത് നമ്മളെ വേറെ വൈറസുകളിൽ നിന്നൊക്കെ സംരക്ഷിക്കുക. പിന്നെ അപ്ഡേറ്റ് ചെയ്യാം അല്ലേ, നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ സിസ്റ്റങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ആൻറ്റിവൈറസ് അപ്ഡേറ്റ് വേണോ എന്നുള്ളതൊക്കെയുള്ള മെസ്സേജുകൾ വരുന്നുണ്ട് അല്ലേ. അതൊക്കെ നമ്മളെ സിസ്റ്റത്തിനെയോ നമ്മളെ ഫയലുകളൊക്കെ ഒക്കെ സംരക്ഷിക്കുന്ന ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകളാണ്.
അപ്പോൾ ഇതിൽ ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർക്ക് എക്സാമ്പിൾസുകൾ ഇവിടെ പറയുന്നത് അവാസ്റ്റ് അവാസ്റ്റ് പറയുന്ന സോറി നമ്മൾ നോക്കിക്കൊണ്ട് നിന്നത് ആൻറ്റിവൈറസുകൾക്ക് എക്സാമ്പിൾസ് അല്ലേ. അതിൽ ഏതൊക്കെയാണ്? അവാസ്റ്റ് ഉണ്ട്, മാക്കഫി ഉണ്ട്, നോർട്ടൺ ഉണ്ട്, കാസ്പർ സ്കൈ ഉണ്ട്. ഇതൊക്കെ എന്താണ്? ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിൾസുകളാണ്. ഇനി ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകളുടെ അഡ്വാൻറ്റേജുകൾ എന്താണ് എന്നുള്ളത്. അത് ഫസ്റ്റ് വേണം പ്രൊട്ടക്ഷൻ ഫോർ മാൽവെയറിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാം അല്ലേ. അത് നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്ത അതൊക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുക. വൈറസസ്, വേംസ്, ട്രോജൻ, സ്പൈവർ, റാംസ്വെയർ ഒക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യാണ്. പിന്നെ പ്രിവെൻറ്റ് ഹാംഫുൾ പ്രോഗ്രാം ഫ്രം ഡാമേജിങ് യുവർ സിസ്റ്റം. നമ്മളെ സിസ്റ്റത്തിനെ ഹാംഫുൾ പ്രോഗ്രാമുകളെ നമുക്ക് ഹാനികരമായിട്ടുള്ള, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത പ്രോഗ്രാമുകളിൽ നിന്ന് നമ്മളെ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഓക്കെ. റിയൽ ടൈം ത്രെറ്റ് ആൻഡ് ഡിറ്റക്ഷൻ. അതായത് നമ്മൾ കമ്പ്യൂട്ടറിനെ ഇങ്ങനെ കണ്ടിന്യൂസ്ലായിട്ട് മോണിറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാൽവെയർ ആക്ടിവിറ്റികളൊക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യുക. സ്റ്റോപ്പ് സസ്പീഷ്യസ് ഫയൽസ് ആൻഡ് ആക്ടിവിറ്റി ഇൻസ്റ്റൻറ്റ്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക. അത് ഇൻസ്റ്റൻ്റായി അത് അപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത് ഇതാക്കും. കാരണം നമ്മൾ ആൻറ്റിവൈറസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത ഫയലുകളോ ആവശ്യമില്ലാത്ത ലിങ്കുകളോ ആവശ്യമില്ലാത്ത മെസ്സേജുകളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജുകൾ വരും. അത് പറ്റില്ല, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ള മെസ്സേജുകൾ തന്നെ വരും ഈ ആൻറ്റിവൈറസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ. സേഫ് ബ്രൗസിങ്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത വെബ്സൈറ്റുകളിലോ ഫേക്ക് ലിങ്കുകളൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, അത് ബ്ലോക്ക് ചെയ്യിപ്പിക്കുകയാണ് ആൻറ്റിവൈറസുകൾ ചെയ്യുക. ഹെൽപ്പ് പ്രൊട്ടക്റ്റ് യുവർ ഓൺലൈൻ ബാങ്കിങ്, ഷോപ്പിംഗ് ആൻഡ് പേഴ്സണൽ. അതായത് നമ്മൾ ഓൺലൈനായിട്ട് ഷോപ്പിംഗ് നടത്തുമ്പോഴാണെങ്കിലും അവിടെ ബാങ്കിങ് നടത്തുമ്പോഴൊക്കെ എന്താണ്, നമ്മളെ ഇതൊരു സിസ്റ്റത്തിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഇംപ്രൂവ് സിസ്റ്റം സെക്യൂരിറ്റി, പിന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ, ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ്. അതായത് വൈറസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. പെർഫോം ഒപ്റ്റിമൈസേഷൻസ്. അതായത് നമ്മളത് ഫയലുകൾ അൺനെസസറി പ്രോസസ്സുകളൊക്കെ എന്തായി ക്ലീൻ ചെയ്തിരിക്കും. എന്നിട്ട് നമ്മളെ സിസ്റ്റം എന്തായിരിക്കും, ഫാസ്റ്ററും സ്മൂത്തറായിരിക്കും. അതായത് നമ്മളതിൽ വൈറസുകൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സിസ്റ്റം നമ്മൾ സ്ലോ ആയിട്ടുള്ള കാണില്ലേ. നമ്മൾ ഏതൊരു ആപ്പ് എടുക്കുമ്പോഴും നമ്മളെന്താണ്, നമ്മുടെ സിസ്റ്റം സ്ലോ ആയിരിക്കണം. അതായത് നമ്മളെ വൈറസുകൾ അതിൽ കടന്നു കൂടിയിട്ടാണ് നമ്മളെ സിസ്റ്റം സ്ലോ ആയിട്ട് നിൽക്കുന്നതും റഫായിട്ട് നിൽക്കുന്നതും. അപ്പോൾ അത് നമ്മൾ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി നമ്മൾ എന്താണ് സോഫ്റ്റ്വെയറുകൾ എന്തായിരിക്കും, നമ്മളെ സോഫ്റ്റ്വെയറുകൾ നമ്മളെ സിസ്റ്റങ്ങൾ ഫാസ്റ്റും സ്മൂത്തറും ആയിരിക്കും. ഇനി ഈ അഡ്വാൻറ്റേജ് ഉള്ളത് പോലെ തന്നെയാണ് ഡിസഡ്വാൻറ്റേജും ഉണ്ട് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ. മെയിനായിട്ടുള്ള കോസ്റ്റാണ്. ചില ഗുഡ് ആൻറ്റിവൈറസുകളിലൊക്കെ എന്താണ്, പെയ്ഡ് വേർഷൻസ് ആയിട്ടുള്ള ആൻറ്റിവൈറസുകൾ, അത് നമുക്ക് നല്ല ഗുഡ് ക്വാളിറ്റിയാണ് നൽകുന്നതെങ്കിലും പക്ഷെ അതിൻ്റെ കോസ്റ്റ് നമുക്ക് കൂടുതലാണ്. ഓക്കെ. പിന്നെ ഈ ഫ്രീ വേർഷൻസ് ആയിട്ടുള്ള ആൻറ്റിവൈറസുകൾ ഉണ്ടാവും. പക്ഷെ അതെന്താണ്, ലിമിറ്റഡ് ഫീച്ചേഴ്സ് മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. പിന്നെ സിസ്റ്റം സ്ലോ ഡൗൺ. ആൻറ്റിവൈറസ് റൺസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് വിച്ച് മേ ബി റെഡ്യൂസ് സ്പീഡ്. ചില ആൻറ്റിവൈറസുകൾ നമ്മൾ ചെയ്യുമ്പം അത് വൈറസ് കടന്ന പോലെ തന്നെ എന്തായിരിക്കും, നമ്മളെ സിസ്റ്റം സ്ലോ ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഫ്രീ ആയിട്ടുള്ള അധികം ഫീച്ചേഴ്സുകളില്ലാത്ത ആൻറ്റിവൈറസുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്താലാണ് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ ഫാൾസ് പോസിറ്റീവ്സ്, ഇൻകംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ. 100% സേഫ് ആണെന്ന് നമുക്കിതിൽ പറയാൻ പറ്റില്ല.
അത് അത്രയ്ക്ക് നല്ലതല്ലാത്ത ആൻറ്റിവൈറസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ പ്രൊട്ടക്ഷൻ സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഫ്രീക്വൻറ്റ് അപ്ഡേറ്റ് റെക്കോർഡ്. ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചില പ്രോഗ്രാമുകൾ എടുക്കുന്ന സമയത്തുണ്ടാവും നമ്മൾ ആൻറ്റിവൈറസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ വരുന്നത് അല്ലേ. ചില ഇതിൽ അങ്ങനെ സ്ഥിരം 1-2 ദിവസം കഴിയുമ്പോഴേക്കും അങ്ങനെ അപ്ഡേറ്റ് ആവശ്യമായിട്ട് അവർ ഇതായിരിക്കും. പിന്നെ നമ്മൾ അപ്ഡേറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ ആ പ്രൊട്ടക്ഷന് എന്തായിരിക്കും, വീക്കായിരിക്കും. ഓക്കെ. പിന്നെ ഇൻ്റർനെറ്റ് ഡിപ്പെൻഡൻസി. അധികം ആൻറ്റിവൈറസ് ടൂളുകളും എന്തായിരിക്കും, നെറ്റായിട്ട് ബേസ് ആയിട്ടുള്ളതായിരിക്കും. നമ്മളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിലൊക്കെ എന്താണ്, ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി വേണ്ടി വരും. അനോയിങ് നോട്ടിഫിക്കേഷൻ. ചിലപ്പോൾ നമുക്ക് പോപ്പപ്സ് അലേർട്ടുകൾ, അല്ലെങ്കിൽ ഫ്രീ ആൻറ്റിവൈറസുകളാണെങ്കിൽ നമുക്ക് കുറേ ആഡുകൾ വരും. കുറേ ആവശ്യമില്ലാത്ത നമ്മൾ ധൃതി പിടിച്ചിട്ട് എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ആ ആഡുകൾ വരിക. അപ്പം നമുക്ക് എന്തായിരിക്കും, അത് ഡിസ്റ്റർബൻസ് ആയിട്ട് വരും. ഓക്കെ. ഇനി നമ്മളിപ്പോൾ എന്താണ് വൈറസ് പഠിച്ച്, ആൻറ്റിവൈറസ് പഠിച്ച്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജുകൾ ഒക്കെ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് എന്താണ് സിസ്റ്റം സെക്യൂരിറ്റി എന്താണെന്ന് നോക്കാം അല്ലേ. സിസ്റ്റം സെക്യൂരിറ്റി റെഫർ ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക് ഫ്രം തെഫ്റ്റ്, ഡാമേജ്, അൺഓതറൈസ്ഡ് ആക്സസ്, മിസ്യൂസ് ആൻഡ് ഡിസ്റപ്ഷൻ. അതായത് നമ്മളെ തെഫ്റ്റിൽ നിന്നോ ഡാമേജിൽ നിന്നോ അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നോ മിസ്യൂസിൽ നിന്നൊക്കെ എന്താണ് സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയോ നെറ്റ്വർക്കിനെയോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയണത് സിസ്റ്റം സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതിൽ സിസ്റ്റം സെക്യൂരിറ്റിക്ക് എക്സാമ്പിൾസ് ആണ് ഫയർവാള്, എൻക്രിപ്ഷന്, പാസ്വേഡ് ഒക്കെ ഉള്ളത്. ഓക്കെ. ഇതൊക്കെയാണ് സിസ്റ്റം സെക്യൂരിറ്റിക്ക് എക്സാമ്പിൾസ്. അതിൽ ഫയർവാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഫയർവാൾ ഈസ് ലൈക്ക് എ സെക്യൂരിറ്റി ഗാർഡ് ബിറ്റ്വീൻ യുവർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് ദ ഇൻ്റർനെറ്റ്. അതായത് നമ്മളെ കമ്പ്യൂട്ടറുകൾക്കിടയിലോ അല്ലെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറോ നെറ്റ്വർക്ക് ഒരു ഇൻ്റർനെറ്റിൻ്റെ ഇടയിൽ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് ഫയർവാൾ എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിനോ ഇൻ്റർനെറ്റുകൾക്കോ ഇടയിൽ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് പ്രവർത്തിക്കുന്നതിനാണ് നമ്മൾ ഫയർവാൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ് മോണിറ്റേഴ്സ് ആൻഡ് ഫിൽറ്റേഴ്സ് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ട്രാഫിക് ബേസ്ഡ് ഓൺ സെക്യൂരിറ്റി റൂൾസ്. അതായത് ഇറ്റ് മോണിറ്റേഴ്സ് ആൻഡ് ഫിൽറ്റേഴ്സ് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ട്രാഫിക്. ഇത് ഇവിടെ എന്താ ചെയ്യണത്, മോണിറ്റർ ചെയ്യുക. ഇൻകമിങ് ആയിട്ടുള്ളതും ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ട്രാഫിക്കും സെക്യൂരിറ്റി റൂളുകൾക്കനുസരിച്ചിട്ട് ഓരോ ഇതിൻ്റെ സെക്യൂരിറ്റി റൂളുകൾക്കനുസരിച്ചിട്ട് അതിനെ നമ്മൾ മോണിറ്റർ ചെയ്യുക, നമ്മുടെ ഡാറ്റകളെ മോണിറ്റർ ചെയ്യുക. ഓക്കെ. ഈ ഫയർവാൾ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഹാർഡ്വെയർ ഫയർവാൾ ഉണ്ട്, സോഫ്റ്റ്വെയർ ഫയർവാൾ ഉണ്ട്. അതിൽ ഹാർഡ്വെയർ ഫയർവാൾ എന്ന് പറയുന്നതാണ് ഫിസിക്കൽ ഡിവൈസ് പ്രൊട്ടക്റ്റിംഗ് നെറ്റ്വർക്ക്. അത് ഫിസിക്കൽ ഡിവൈസസുകൾ നെറ്റ്വർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ഡിവൈസസുകളുണ്ട്. അതിനെയാണ് ഹാർഡ്വെയർ ഫയർവാൾ എന്ന് പറയുന്നത്. പിന്നെന്താണ്, സോഫ്റ്റ്വെയറുകളുണ്ട്. ഏതെങ്കിലും ഒരു പ്രോഗ്രാം അതായത് നമ്മൾക്ക് നമ്മളെ സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നെറ്റ്വർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മൾ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ. അതിനാണ് സോഫ്റ്റ്വെയർ ഫയർവാൾ എന്ന് ചെയ്യുന്നത്. അതായത് ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്, ഈ ഫയർവാൾ മെയിനായിട്ട് ചെയ്യുന്നത് ബ്ലോക്ക് അൺഓതറൈസ്ഡ് ആക്സസ്,
പ്രിവെൻറ്റ് ഹാക്കേഴ്സ് അലോസ് ഓൺലി സേഫ് ഡാറ്റ ടു പാസ് ത്രൂ. അതായത് നമ്മളെ ഡാറ്റ സേഫ് ആക്കുക, നമ്മളെ എന്താണ് ഹാക്കേഴ്സിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക, അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുക, ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഫയർ വാള് മെയിനായിട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് എൻക്രിപ്ഷൻ. എൻക്രിപ്ഷൻ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് റീഡബിൾ ഡാറ്റ ഇൻ ടു അൺറീഡബിൾ ഫ്രം യൂസിങ് എ കീ. ഇവിടെ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ കീകൾ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മുടെ ഡാറ്റകൾ എൻക്രിപ്ഷൻ കീ യൂസ് ചെയ്തിട്ട് നമ്മൾ അൺറീഡബിൾ ഡാറ്റ ആയിട്ട് അയക്കും. എന്നിട്ട് അതിൻ്റെ സൈഫർ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡീക്രിപ്ഷൻ കീ നമ്മൾ റിസീവർ എടുത്തിട്ടുണ്ടാവും. ആ റിസീവർ എന്നിട്ട് ആ ഡീക്രിപ്ഷൻ കീ ഉപയോഗിച്ചിട്ട് ഡാറ്റ റീഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഡാറ്റ അയക്കുന്ന സമയത്ത് ഈ എൻക്രിപ്ഷൻ ഡാറ്റ അയക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഹാക്കേഴ്സ് ഹാക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അവർക്ക് ഇതിലുള്ള ഡാറ്റകൾ കിട്ടില്ല. കാരണം ഈ എൻക്രിപ്ഷൻ കീ ഉപയോഗിച്ചിട്ട് മാത്രമേ ആ ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അൺറീഡബിൾ ഡാറ്റ ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഓൺലി സമ്മൺ വിത്ത് കറക്റ്റ് ഡിക്രിപ്ഷൻ കീ ക്യാൻ ടേൺ ബാക്ക് ഇൻ ടു ദ ഒറിജിനൽ ഫോം. ഞാൻ പറഞ്ഞല്ലേ, ഡീക്രിപ്ഷൻ കീ ഉപയോഗിച്ചിട്ട് മാത്രമേ അവർക്ക്. പിന്നെന്താണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ലൈക്ക് പാസ്വേഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഫയൽസ് ഒക്കെ എന്തായിരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യാണ് ഈ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള മെയിനായിട്ടുള്ള കാര്യം. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ യൂസ് ചെയ്യും, നമ്മൾ മെസ്സേജുകളൊക്കെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്കും ആ റിസീവർക്കും മാത്രമേ ആ ഡാറ്റകൾ, ഇപ്പം നമ്മൾ അധികം വിവരങ്ങളൊക്കെ കൈമാറുന്നത് വാട്സപ്പ് വഴി ഇൻസ്റ്റഗ്രാം വഴിയൊക്കെയാണ്, നമ്മൾ മെസ്സഞ്ചറുകൾ വഴിയാണ് നമ്മൾ ഡാറ്റകൾ കൈമാറുന്നത്. അപ്പോൾ ആ ഡാറ്റകൾ അവരുടെ യൂസർക്ക് റിസീവർക്കും സെൻഡർക്കും റിസീവർക്കും മാത്രം കിട്ടണമെങ്കിൽ ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഉള്ളതാണ് പാസ്വേഡ്. എന്തിനുള്ള നമ്മളെ സിസ്റ്റം സെക്യൂരിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പാസ്വേഡ്. പാസ്വേഡ് നടക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ സീക്രട്ട് കോഡ് യൂസ്ഡ് ഫോർ ഓതൻറ്റിക്കേഷൻ. അതായത് ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്വേഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഇറ്റ് ഹെൽപ്പ് എൻഷുർ ദാറ്റ് ഓൺലി ഓതറൈസ്ഡ് യൂസർ ക്യാൻ ആക്സസ് എ സിസ്റ്റം ഓർ ഡാറ്റ. അതായത് ഈ ഓതറൈസ്ഡ് പീപ്പിളിന് മാത്രമേ ഈ ഡാറ്റ എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഈ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമേ ഈ സിസ്റ്റത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്താണ്, ആ യൂസർക്ക് മാത്രമേ ആ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ പാസ്വേഡിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സുകളുണ്ട്, മാൻഡേറ്ററി ഫാക്ടേഴ്സുകളുണ്ട്. ഗുഡ് പാസ്വേഡിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്താണ്? മിക്സ് ഓഫ് ലെറ്റേഴ്സ്, നമ്പേഴ്സ് ആൻഡ് സിമ്പിൾസ്. അതായത് നമ്മൾ ലെറ്റേഴ്സ് ക്യാപിറ്റൽ സ്മോളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. പിന്നെ നമ്പേഴ്സ് യൂസ് ചെയ്യുക, സിമ്പിൾസൊക്കെ യൂസ് ചെയ്യുക. കാരണം പെട്ടെന്ന് ഒരാൾക്ക് പെട്ടെന്ന് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന പാസ്വേഡുകൾ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. പിന്നെന്താണ്, ഈസി വേർഡ്സുകൾ നമ്മൾ യൂസ് ചെയ്യാതൊക്കെ. അപ്പം നമ്മൾ 1 2 3 4 5 6 അങ്ങനെ പോകും. അപ്പോൾ ചിലർക്ക് നമുക്ക് ഇവരതായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ട്, അവർ ആ ഡാറ്റ അടിച്ചിട്ട് അത് ഓപ്പൺ ആയി പോയാൽ അത് കഴിഞ്ഞില്ല. അപ്പോൾ അതെന്താണ്, ആർക്കും കിട്ടില്ല എന്നുള്ള തോന്നുന്ന പാസ്വേഡുകൾ നമ്മൾ സെറ്റ് ചെയ്യാം. പിന്നെ എന്താണ്, യൂസ് മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ. അതായത് മൾട്ടി ഫാക്ടറുകൾ ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്യുക, സെക്യൂരിറ്റി സ്ട്രോങ് ആക്കാനും വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ സിസ്റ്റം സെക്യൂരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താ പറയുക, നെറ്റ്വർക്ക് സെക്യൂരിറ്റി.
അതായത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നല്ലേ, നെറ്റ്വർക്കിലുള്ള സെക്യൂരിറ്റിക്കാണ് നമ്മളെന്ത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയും. ഇൻ ദ മോഡേൺ ഡിജിറ്റൽ വേൾഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് സൈബർ സെക്യൂരിറ്റി. അല്ലേ, സൈബർ സെക്യൂരിറ്റിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ തന്നെയാണ് ഇത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. എവറി ഓർഗനൈസേഷൻ ഫ്രം സ്മാൾ ബിസിനസ് ടു ലാർജ് എൻ്റർപ്രൈസസ് ഡിപ്പെൻഡ് ഓൺ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടു സ്റ്റോർ, ഷെയർ ആൻഡ് ട്രാൻസ്ഫർ ഇൻഫർമേഷൻ. ഒരു ഓർഗനൈസേഷൻ, എല്ലാ ഓർഗനൈസേഷനിലും അല്ലെങ്കിൽ ഒരു സ്മാൾ ബിസിനസ്സിലായാലും എൻ്റർപ്രൈസസിലൊക്കെ നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യാണ്ട്, നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ, ഡാറ്റ ഷെയർ ചെയ്യാൻ, ഡാറ്റ സ്റ്റോർ ചെയ്യാനൊക്കെ നെറ്റ്വർക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതൊക്കെ, അപ്പോൾ എന്താണ് നമ്മൾ നെറ്റ്വർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാതെ, അപ്പോൾ ഇതിൽ നമ്മൾ ഡാറ്റകൾ സെക്യൂർ ചെയ്യാനും അതിൻ്റെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ നമ്മൾ പറയുന്നത്. ഇനി നെറ്റ്വർക്ക് സെക്യൂരിറ്റീൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് പറയാം. പ്രൊട്ടക്റ്റിംഗ് ഓഫ് സെൻസിറ്റീവ് ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രിവെൻറ്റ് സൈബർ അറ്റാക്സ്, എൻഷുർ ബിസിനസ് കണ്ടിന്യൂറ്റി, മെയിൻ്റെനൻസ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി, പിന്നെ എൻഹാൻസ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി, ബിൽഡ് ട്രസ്റ്റ് റെപ്യൂട്ടേഷൻ. അതായത് നമ്മൾ ഇവിടെ ബിൽഡ് ട്രസ്റ്റ് റെപ്യൂട്ടേഷൻ, നമുക്ക് അത് വിശ്വാസയോഗ്യത ഉള്ള നെറ്റ്വർക്കുകൾ മാത്രം നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ റെഗുലേറ്ററി കംപ്ലൈൻസ്, സെക്യൂർ റിമോട്ട് ആക്സസൊക്കെ റിമോട്ട് ആക്സസിലൊക്കെ അത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഇനി നെറ്റ്വർക്ക് സെക്യൂരിറ്റീൻ്റെ കീ ടൂൾസുകളാണ് പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫയർ വാൾ, നമ്മൾ പഠിച്ചില്ലേ. അതായത് ട്രസ്റ്റഡ് ആയിട്ടും എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടുള്ള നെറ്റ്വർക്കുകൾക്കിടയിൽ ഒരു ബാരിയർ ആയിട്ടാണ് ഫയർ വാൾ ഇതാകണത്, ഒരു വാള് പോലെ അല്ലേ. നമ്മളൊരു വാൾ എന്തിനാ നമ്മൾ യൂസ് ചെയ്യണത്, നമ്മളെ പുറത്തും നമ്മൾ ഒരു ഡിവൈഡ് അല്ലേ, നമ്മളൊരു റൂമായിട്ട് ഡിവൈഡ് ചെയ്യണം, പുറത്തുള്ള ആക്സസും അങ്ങനെ അത് ഉള്ളിലുള്ള ആക്സസും കൂടെ ഡിവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളൊരു വാൾ. അതേപോലെ തന്നെയാണ് ഒരു ബാരിയറായിട്ട്, അതായത് ഇൻറ്റേർണൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള നെറ്റ്വർക്കുകൾക്കിടയിൽ ഒരു ബാരിയർ ആയിട്ടാണ് ഫയർ വാൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ് ആൻറ്റി വൈറസ്, ആൻറ്റി മാൽവെയർ സോഫ്റ്റ്വെയറുകളും നമ്മളെന്ത് നെറ്റ്വർക്ക് സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഡിക്റ്റേറ്റ്, പ്രിവെൻറ്റ് ആൻഡ് റിമൂവ് വൈറസ്, വേംസ്, ട്രോജൻ, സ്പൈവർ ആൻഡ് റാംസംവെയർ ഒക്കെ ഡിക്റ്റേറ്റ് ചെയ്യുകയും അതിനെ പ്രിവെൻറ്റ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, കീപ് സിസ്റ്റം ഫ്രീ ഫ്രം മലീഷ്യസ് സോഫ്റ്റ്വെയർ, അതായത് നമ്മളെ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ നമ്മളെ നെറ്റ്വർക്കിനെയൊക്കെ മലീഷ്യസ് സോഫ്റ്റ്വെയറുകളിൽ നിന്ന് സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റി വൈറസ് അല്ലെങ്കിൽ ആൻറ്റി മാൽവെയർ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എൻക്രിപ്ഷൻ ടൂൾ ഞാൻ പറഞ്ഞു, നമ്മളെ ഡാറ്റ അൺറീഡബിൾ കോഡായിട്ട് ഡാറ്റ മാറ്റിയിട്ട് അത് യൂസർ, അതായത് റിസീവറിന് മാത്രം അത് റീഡ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ് ഇൻഷുർ ഓൺലി ഓതറൈസ്ഡ് യൂസർ ക്യാൻ ആക്സസ് ആൻഡ് റീഡ് ഇൻഫോർമേഷൻ, അത് പറഞ്ഞു. പിന്നെ ഇൻസ്ട്രക്ഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ഓർ ഇൻസ്ട്രക്ഷൻ പ്രിവെൻഷൻ സിസ്റ്റം, IDS അല്ലെങ്കിൽ IPS. IDS എന്നൊക്കെയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, മോണിറ്റർ നെറ്റ്വർക്ക് ട്രാഫിക് ആൻഡ് അലേർട്ട് വെൻ സസ്പീഷ്യസ് ആക്ടിവിറ്റി ഈസ് ഡിറ്റക്റ്റഡ്. അതായത് അത് നെറ്റ്വർക്ക് ട്രാഫിക്കിനെ മോണിറ്റർ ചെയ്തിട്ട് എന്തായിരിക്കാം, നമ്മളെ സസ്പീഷ്യസ് ആക്ടിവിറ്റി ഡിറ്റക്റ്റ് ചെയ്തിട്ട് അലേർട്ടായിട്ടിരിക്കാം. ഇത് ഈ ട്രാഫിക്കിൽ ഇങ്ങനെയാണ് ഇവിടെ നമുക്ക് പ്രശ്നം പറ്റും എന്നുള്ളതായിട്ട് നമ്മൾ അലേർട്ടായിട്ട് അതിനെതിരായിട്ട് നിൽക്കുക. പിന്നെന്താ IPS എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റിയിൽ ബ്ലോക്ക് ഓർ പ്രിവെൻറ്റ് മലീഷ്യസ്, അതായത് മലീഷ്യസ് ആക്ടിവിറ്റികൾ എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഉള്ളതാണ് നമ്മളെ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്, VPN എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. ക്രിയേറ്റ് എ സെക്യൂർ എൻക്രിപ്റ്റഡ് കണക്ഷൻ ഓവർ ദ ഇൻ്റർനെറ്റ്, അതായത് ഇൻ്റർനെറ്റിൽ സെക്യൂർ ആയിട്ടുള്ള എൻക്രിപ്ഷൻ ആയിട്ടുള്ള കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് VPN യൂസ് ചെയ്യുന്നത്.
ensure safe remote access for employee and protect online activities. അതായത് എംപ്ലോയീസിന് അവർ ഓൺലൈൻ ആക്ടിവിറ്റീസിനൊക്കെ എന്ത് ചെയ്യുക, സേഫായിട്ട് റിമോട്ട് ആക്സസ് നടത്താണ് VPN യൂസ് ചെയ്യുന്നത് വഴി. ഓക്കെ, പിന്നെ ആക്സസ് കൺട്രോൾ സിസ്റ്റം, അതായത് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഡിവൈസസുകളോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഫയലുകളോ ആപ്ലിക്കേഷൻസുകൾ മാത്രമേ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലിമിറ്റേഷൻ വെക്കുക അല്ലേ. നമ്മൾ ആ ഡാറ്റകൾ ഇതാക്കുന്നത് സ്പെസിഫിക് ആയത് മാത്രമേ ചെയ്യാൻ പറ്റൂ. വെറുതെ കുറേ ഇങ്ങനെ ഡാറ്റകൾ അതൊക്കെ നമ്മൾ ബ്രൗസ് ചെയ്തിട്ടോ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടോ കാര്യം ഉണ്ടാവില്ല. ഓക്കെ, യൂസസ് ഓതൻറ്റിക്കേഷൻ, അതായത് പാസ്വേഡ്, OTP പോലെയുള്ള ബയോമെട്രിക് ഒക്കെ പോലെയുള്ള ഓതൻറ്റിക്കേഷൻസ് യൂസ് ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള നിലക്ക് അത് ചെയ്യാം. നെറ്റ്വർക്ക് മോണിറ്ററിങ് ടൂൾസ്, അതായത് നമ്മളെ അതിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഹെൽത്ത് നോക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് അത് കണ്ടിന്യൂസ്ലി ആയിട്ട് അത് മോണിറ്റർ ചെയ്തുകൊണ്ട് നിൽക്കുക. നെറ്റ്വർക്ക് മോണിറ്ററിങ് ടൂൾ യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെന്താണ്, അൺയൂഷ്വൽ ട്രാഫിക് പാറ്റേൺസുകൾ ഡിറ്റക്റ്റ് ചെയ്യുക. എന്നിട്ട് അത് സൈബർ അറ്റാക്കിലേക്ക് അത് കടത്തിവിടും അല്ലേ. അപ്പോൾ അതൊക്കെ അൺയൂഷ്വൽ ട്രാഫിക്കൊക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ സൈബർ അതായത് അങ്ങനെ ആ അൺയൂഷ്വൽ ട്രാഫിക് പാറ്റേണുകൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനെയാണ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അല്ലേ. എന്തൊക്കെയാണ് അതിലുള്ള അൺവാണ്ടഡ് ഇതൊക്കെ എന്ന് നമ്മൾ നോക്കിയിട്ട് അതിന് എതിരായിട്ട് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാം. പിന്നെന്താണ്, ഡാറ്റ ലോസ് പ്രിവെൻഷൻ, DLP ടൂൾസുകൾ യൂസ് ചെയ്യുക. അതുകൊണ്ട് ഡാറ്റ ലോസ് പ്രിവെൻഷൻ ടൂളുകൾ ഉപയോഗിക്കുന്നത് പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ഷെയറിങ് ഓർ ലീക്കിംഗ് ഓഫ് സെൻസിറ്റീവ്, അതായത് നമ്മൾ സെൻസിറ്റീവ് ഡാറ്റകൾ പിന്നെ അൺഓതറൈസ്ഡ് ഷെയറിങ് ആയിട്ടുള്ള ഡാറ്റകളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ പ്രൊട്ടക്റ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് പേഴ്സണൽ ഇൻഫർമേഷൻ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീനെയും പേഴ്സണൽ ഇൻഫർമേഷനും പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഡാറ്റ ലോസ് പ്രിവെൻഷൻ ടൂള് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ യൂസ് ചെയ്യുന്നത്. ഇനിയാണ് വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി. അതിൽ പറയുന്നത് വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ഈസ് എ ബ്രാഞ്ച് ഓഫ് സൈബർ സെക്യൂരിറ്റി ദാറ്റ് ഫോക്കസ് ഓൺ പ്രൊട്ടക്റ്റിംഗ് വെബ്സൈറ്റ് ആൻഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫ്രം സൈബർ അറ്റാക്സ്, അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് ഡാറ്റ തെഫ്റ്റ്. അതായത് നമ്മൾ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി പോലെയും നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി പറഞ്ഞ് നമ്മൾ സിസ്റ്റം സെക്യൂരിറ്റി ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റുകളെ സൈബർ അറ്റാക്സിൽ നിന്നും അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, since web apps are connected to the internet, they are common target for hackers. അതായത് നമ്മൾ വെബ് ആപ്സുകളൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹാക്കേഴ്സിന് ടാർഗറ്റ് ചെയ്യും അവർ. എന്നിട്ട് അതിൽ നിന്ന് കുറേ ഡാറ്റകൾ അവർ ശേഖരിക്കാൻ നോക്കും. വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എൻഷുർ ദാറ്റ് ആപ്ലിക്കേഷൻ ആർ ഡിസൈൻഡ്, ഡെവലപ്ഡ് ആൻഡ് മെയിൻറ്റെയിൻ സെക്യൂരിറ്റി ടു പ്രിവെൻറ്റ് വളനറബിലിറ്റി ഫ്രം ബീയിങ് എക്സ്പ്ലോയിറ്റഡ്. അതായത് ഈ വെബ് ആപ്സൊക്കെ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ അവർ ഈ ഡിസൈൻ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും മെയിൻറ്റെയിൻ വേറെ വളനറബിലിറ്റീസിൽ നിന്ന് ഡാറ്റ എക്സ്പ്ലോയിറ്റഡിൽ നിന്നൊക്കെ
ഈ വെബ് ആപ്ലിക്കേഷനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ ഈ വെബ് ആപ്ലിക്കേഷന് ആവശ്യമായിട്ട് വരുന്നത് നോക്കാം. അപ്പം എന്താണ് വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി നെസസറി ആയിട്ട് വരുന്നത്? കാരണം എത്തിക്കൽ ഓർഗനൈസേഷനിലും ബിസിനസ്സിലായാലും ഇൻഡിവിജ്വലായാലൊക്കെ നമ്മളെന്താണ് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻസുകളൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് കമ്മ്യൂണിക്കേഷനും ഷോപ്പിങ്ങിനും ബാങ്കിങ് എല്ലാ മേഖല, എഡ്യൂക്കേഷൻ മേഖലകളിലൊക്കെ ആയാലും എന്താണ് നമ്മൾ വെബ് ആപ്ലിക്കേഷന് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, വെബ്സൈറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ വെബ് ആപ്ലിക്കേഷന് വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ വെബ് ആപ്ലിക്കേഷന് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ? അതായത് പ്രൊട്ടക്ഷൻ ഓഫ് സെൻസിറ്റീവ് ഡാറ്റകൾ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ എന്താണ് ഡിഫെൻസ് എഗെയിൻസ്റ്റ് സൈബർ അറ്റാക്സിനെതിരായിട്ട് അത് ഡിഫെൻസ് ചെയ്യും അല്ലേ. അതായത് കോമൺ അറ്റാക്സുകളൊക്കെ എന്തായിരിക്കും, അത് തടഞ്ഞു വെക്കും. പിന്നെ മെയിൻറ്റെയിനിങ് ട്രസ്റ്റ് ആൻഡ് റെപ്യൂട്ടേഷൻ, നമ്മൾ ട്രസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുകയുള്ളൂ. പിന്നെ എൻഷുർ ബിസിനസ് കണ്ടിന്യൂറ്റി, അതായത് നമ്മൾ ഓൺലൈൻ സർവീസുകളൊക്കെ 24 hours നമ്മൾ ആ വെബ്സൈറ്റുകൾ ഒക്കെ ചെയ്യും. അപ്പം നമ്മൾ ആ 24 hours നമ്മളെന്താണ് ആ സർവീസ്, അതായത് ഈ എന്താണ് ഈ വെബ് ആപ്ലിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യും. പ്രിവെൻറ്റ് ഫിനാൻഷ്യൽ ലോസ്, നമ്മളെ ഫിനാൻഷ്യൽ ലോസുകൾ പ്രിവെൻറ്റ് ചെയ്യും. കാരണം റാൻസം പേയ്മെൻറ്റ് വഴിയൊക്കെ, അതായത് ഞാൻ പറഞ്ഞു നമ്മളെ അവർ ക്യാഷ് ചോദിച്ചിട്ട് അല്ലേ, അതായത് നമ്മുടെ ഡാറ്റകൾ അവർ തടഞ്ഞു വെച്ചിട്ട് അവരുടെ ക്യാഷ് ചോദിച്ചാൽ മാത്രമേ നമ്മുടെ ഡാറ്റകൾ തരുള്ളൂ എന്ന് പറയും. അപ്പോൾ അതിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഈ വെബ് ആപ്ലിക്കേഷന് സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള സെക്യൂരിറ്റിയാണ് മൊബൈൽ സെക്യൂരിറ്റി അല്ലേ. മൊബൈൽ സെക്യൂരിറ്റി നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റീൻ്റെ ബ്രാഞ്ച് തന്നെയാണ്. അതായത് നമ്മളെ സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകളും ഒക്കെ ഇതാക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റിയാണ് മൊബൈൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ മൊബൈൽ സെക്യൂരിറ്റികളുടെ ത്രെഡ്സുകൾ ഏതൊക്കെയാണ് നോക്കാം. മാൽവെയർ അറ്റാക്ക് നമ്മൾ പറഞ്ഞില്ലേ, ഫിഷിംഗ് അറ്റാക്സ്, അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു പബ്ലിക് വൈഫൈകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പം നമ്മളെ മൊബൈൽ ആൻറ്റിവൈറസുകൾ സോഫ്റ്റ്വെയറുകൾ ഉണ്ടെങ്കിൽ നമ്മളെ ഫോണുകളായാലും ലാപ്ടോപ്പുകളായാലൊക്കെ അവർ സംരക്ഷിക്കും. ഓക്കെ, പിന്നെ ആപ്പ് വളനറബിലിറ്റീസ്, അതായത് നമ്മൾ അൺട്രസ്റ്റഡ് ആയിട്ടുള്ള ഡൗൺലോഡിങ് ആപ്പുകൾ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അതിൽ അൺനെസസറി ആയിട്ടുള്ള ഡാറ്റകൾ അവിടെ വന്നിട്ട് നമ്മളെ ഫോണിൽ വൈറസുകൾ കയറാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ സിം കാർഡ് അറ്റാക്സ്, സിം സ്വാപ്പിങ്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് സിമ്മുകൾ എടുത്തിട്ട് നമ്മളെ കോളുകളും OTPകളും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസുകളൊക്കെ അവർ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഡാറ്റ ലീക്കേജസ്, അപ്പം നമ്മൾ ഡാറ്റകൾ എന്താണ് ഇപ്പോൾ നമ്മൾ പറയണ ഈ മൊബൈൽ സെക്യൂരിറ്റിൻ്റെ ത്രെഡ്സുകളല്ലേ. അപ്പോൾ എന്താ പറഞ്ഞാൽ ഈ ഡാറ്റകൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റകൾ ഷെയർ ചെയ്യാൻ, അതായത് നമ്മളെ പെർമിഷൻസ് ഇല്ലാതെ ഷെയർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഡിവൈസ് തെഫ്റ്റ് ഓർ ലോസ്, അതായത് നമ്മുടെ ഡിവൈസുകൾ നമുക്ക് നഷ്ടപ്പെടാനോ ഒക്കെ, അത് കളവ് പോവാനൊക്കെ സാധ്യത ഉണ്ട് അല്ലേ. ലോസ്റ്റ് ഓർ സ്റ്റോളൻ മൊബൈൽ ഗിവ് അറ്റാക്ക് ആക്സസ് ടു പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ, അതായത് അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മളെ ഡാറ്റകളും ഫിനാൻഷ്യൽ ഇൻഫർമേഷനൊക്കെ പുറമേക്ക് പോവാണ്. പിന്നെ സ്പൈവെയർ കീലോഗേഴ്സ്, അപ്പോൾ അതായത് ഹിഡൻ
സോഫ്റ്റ്വെയറുകൾ, പാസ്വേഡുകൾ, കീ സ്ട്രോക്കേഴ്സൊക്കെ യൂസ് ചെയ്യാം അല്ലേ. അപ്പം നമ്മളെ ഡാറ്റകൾ എന്തായിരിക്കും, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പം നമ്മൾ ഈ ഓരോ മൊബൈൽ സെക്യൂരിറ്റി ആയാലും നമ്മൾ സിസ്റ്റം സെക്യൂരിറ്റി ആയാലും നമ്മൾ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ആയെങ്കിലൊക്കെ നമ്മൾ അത് നമ്മൾ ഇതിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുമായിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്.